ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു പരീക്ഷണമാണ് കേട്ടോ. എന്താ വെച്ചാൽ ഇന്ന് ഞാൻ വെള്ളപ്പമാണ് ഉണ്ടാക്കുന്നത്. വെള്ളപ്പത്തിന് മാവൊക്കെ തലേ ദിവസം കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി വെള്ളപ്പം പാലപ്പം എന്നൊക്കെ പറയാം. പച്ചരിയും തേങ്ങയും ചോറൊക്കെ തലേ ദിവസം അരച്ചെടുത്തതാണ് കേട്ടോ. തേങ്ങ വെള്ളം കൂട്ടിയിട്ടാണ് അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഈസ്റ്റ് ചേർത്തിട്ടില്ല. അപ്പോൾ ഒരു പരീക്ഷണം എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ഫസ്റ്റിൽ ഉണ്ടാക്കാം കേട്ടോ, ഈസ്റ്റ് ചേർക്കാത്ത ഇതേപോലത്തെ വെള്ളപ്പം. അപ്പോൾ എന്തായാലും നല്ല ചെറിയ ചെറിയ ഹോൾസൊക്കെ വന്ന് ഉഷാറായി കിട്ടിയിട്ടുണ്ട്. ഈസ്റ്റോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ അപ്പം റെഡിയായി കിട്ടലില്ല കേട്ടോ. അപ്പോൾ ഇന്ന് തേങ്ങ വെള്ളമൊക്കെ പുളിപ്പിച്ച് ചേർത്തുകൊണ്ടാണ് നമ്മൾ മാവ് ഉണ്ടാക്കിയത്. തലേ ദിവസം മാവ് ഉണ്ടാക്കി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല ചെറിയ ചെറിയ ഹോൾസൊക്കെ വന്ന നല്ല അടിപൊളി അപ്പം കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ അതിക്ക് കറി ഉണ്ടാക്കുന്നത് കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ കടലയും തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിനും അതൊക്കെ കുക്കറിൽ ഇട്ട് കൊടുത്ത് അതിക്കിടാനുള്ള മസാലപ്പൊടികളും സവാളയും തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്ത് അങ്ങനെ കടലക്കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതാ അപ്പമൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള അപ്പമായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ വേഗം വന്ന് മുറ്റൊക്കെ അടിച്ചു വാരി പിന്നെ നമ്മൾ സിറ്റൗട്ടിലുള്ള മാറ്റൊക്കെ ഒന്ന് കഴുകിയിട്ട് സിറ്റൗട്ട് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. സിറ്റൗട്ട് രാവിലെ തന്നെ തുടച്ചിട്ടാലൊരു സമാധാനമാണ്. കാരണം നമ്മളെ വീട്ടിൽ ആരെങ്കിലും കയറി വരുമ്പോൾ സിറ്റൗട്ടിൽ കൂടെ അല്ലേ വരിക. അങ്ങനെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടു. പിന്നെ ഞാൻ കടലക്കറി അടുപ്പത്ത് വെച്ച് പോയതേനെ കേട്ടോ. പിന്നെ തേങ്ങയൊക്കെ വറുത്തരച്ച് കറിക്കൊക്കെ ഒഴിച്ചു കൊടുത്തു. കറി ഇതാ ചെറിയ ഉള്ളി കരിഞ്ഞ് തൂമിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല തേങ്ങ വറുത്തരച്ച കടലക്കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ. പിന്നെ ഈസ്റ്റിൻ്റെ ചുവല്ലാത്തതുകൊണ്ടേ അപ്പം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന് കേട്ടോ. മക്കൾക്ക് അല്ലെങ്കിലും അങ്ങനെയാണ്, ഈ ഈസ്റ്റിൻ്റെ ചുവ വലിയ ഇഷ്ടമല്ല. അപ്പോൾ റെസിപ്പി വേണമെങ്കിൽ ഞാൻ പിന്നെ കാണിക്കണ്ട കേട്ടോ. പിന്നെ എവിടേക്കായി കെട്ടിപ്പെറുക്കി എന്ന് വിചാരിക്കുന്നുണ്ടാവില്ല ഞങ്ങൾ. പുഴയ്ക്കാണ് കേട്ടോ. കുറേ തുണികളുണ്ട് ഇനി അലക്കാൻ. തലേ ദിവസം നല്ല മഴ ഉണ്ടായതുകൊണ്ട് പുഴയിൽ നിന്ന് വെള്ളം കുറച്ച് കൂടുതലുണ്ട്, നല്ല ഒഴുക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒഴുക്കുള്ള സമയത്ത് മക്കളൊന്നും കൊണ്ടുവരില്ല. മക്കളെ കൊണ്ടുവന്നാലും ഞാൻ വെള്ളത്തിൽ ഇറക്കലും ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ തുണികളൊക്കെ അലക്കി പുഴയിൽ നിന്നൊക്കെ പോന്നു. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് വിരിച്ചിടണം. അങ്ങനെ തുണികളൊക്കെ വിരിച്ചിട്ടു. പിന്നെ ചോറ് ഞാൻ കുറച്ച് നേരത്തെ തന്നെ വെച്ചിട്ടുണ്ടേന്. പിന്നെ നമുക്ക് തലേ ദിവസത്തെ കറിയൊക്കെ ഉണ്ട്. അതേപോലെ നമ്മളെ കടലക്കറി ഉണ്ട്, പിന്നെ മീൻ വറുത്തതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ കിച്ചണിക്ക് ഇറങ്ങിയിട്ടില്ല. പിന്നെ നമുക്ക് പുറത്ത് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ ജോലിക്കായിട്ട് ഇറങ്ങി. അപ്പോൾ നമ്മളെ സ്റ്റോക്കിൽ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ